ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു സ്മൂത്തി തയ്യാറാക്കാം. രാഗി വെച്ചിട്ട് നമുക്കൊരു അടിപൊളി സ്മൂത്തിയാണ് കേട്ടോ. കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ സ്മൂത്തി ഒന്ന് കണ്ടു നോക്കൂ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇനി നമുക്ക് അടുപ്പിലേക്കൊരു പാൻ വെച്ച് കൊടുക്കാം. തീ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് അതിലേക്കൊരു 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കൊരു ബൗൾ എടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ റാഗിപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് 1 ഗ്ലാസ് വെള്ളമൊഴിച്ച് ഈ റാഗിപ്പൊടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം നമുക്ക് ഈ 2 ഗ്ലാസ് വെള്ളമൊഴിച്ച് വെച്ച നമ്മുടെ ഈ പാനിലേക്ക് അതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് തീ മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം തവി എടുക്കാതെ തന്നെ നമുക്കിത് ഇളക്കി യോജിപ്പിക്കാം. നന്നായിട്ടൊന്ന് കുറുകി വരണം കേട്ടോ. ഈ ഒരു കുറുക്കമല്ല, നമ്മൾ കുട്ടികൾക്ക് പൊടി വിരകി കൊടുക്കുന്ന രീതിയിൽ വേണം കുറുക്കിയെടുക്കാനായിട്ട്. ഇതാണ് കേട്ടോ ഇതിൻ്റെ ഒരു പരുവം. ഇനി നമുക്കിത് തണുക്കാനായിട്ട് മാറ്റിവെക്കാം. ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുത്തതിന് ശേഷം നമ്മുടെ രാഗി കുറുക്ക് നന്നായിട്ട് തണുത്ത് വന്നത് നമുക്കിതിലേക്ക് ഒരു 2-3 തവി കോരി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്കൊരു 2-3 പഴം, ചെറുപ്പഴമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ. ഒരു 2-3 പഴം ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് നമുക്കത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് ഈത്തപ്പഴം, ഒരു 10ഓളം വരുന്ന ഈത്തപ്പഴം ഉരു കളഞ്ഞത് അത് നമുക്കിതിലേക്ക് ചേർത്ത് 1 ഗ്ലാസ് പാൽ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിതിലേക്ക് വെറും 1 ഗ്ലാസ് പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നന്നായിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. ബാക്കി രാഗി കുറുക്കും നമുക്കിതുപോലെ തന്നെ ചെയ്തെടുക്കാം. എന്നിട്ട് കുട്ടികൾക്കും വലിയവർക്കും വയസ്സായവർക്കും എല്ലാം വളരെ ഹെൽത്തിയായ ഒന്നാണ് കേട്ടോ നമ്മുടെ ഈ രാഗി ജ്യൂസ്. രാഗി കഴിക്കാത്തവർക്ക് നിങ്ങൾ ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി കൊടുക്കൂ. അവർ തീർച്ചയായും അവർക്ക് ഇഷ്ടത്തോടെ കഴിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓക്കേ, ബൈ ബൈ.